വരുന്ന നിയമസഭാ ഇലക്ഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ്. ഏതാണ്ട് അസ്തമിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇനിയൊരു അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം അത്രയ്ക്കും ശക്തമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. പല മന്ത്രിമാർക്കെതിരെയും വലിയ തോതിലുള്ള വികാരമുണ്ട്. അപ്പം ജനങ്ങളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, അവർക്കൊരു മാറ്റം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എത്രത്തോളം UDF അനുകൂലമാകും എന്നതാണ് ഒരു ചോദ്യം. മലബാറിൽ എന്തായാലും UDF ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് കാണാൻ പോകുന്നത്. ഇടത് കോട്ടകൾ പോലും, കണ്ണൂരിലെ ഇടത് കോട്ടകൾ പോലും വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ തലശ്ശേരിയും കാസർകോട്ടെ തൃക്കരിപ്പൂരൊക്കെ സേഫ് അല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വലിയൊരു മുന്നേറ്റം മുസ്ലിം ലീഗും കോൺഗ്രസും മലബാറിൽ ഉണ്ടാക്കും. മലപ്പുറമൊക്കെ തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഒരു മുസ്ലിം കോൺസെൻട്രേഷൻ ഏതാണ്ട് പൂർണ്ണമായും UDF അനുകൂലമായിട്ട് വരും. അതിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മലബാറിൽ ഒരു ക്ലീൻ സ്വീപ്പിലേക്കാണ് UDF പോകുന്നത്. അവിടെ പല സീറ്റുകളിലും അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.